ഇന്ന് ആപ്പിൾ കൊണ്ട് നമുക്കൊരു ചമ്മന്തിയും ഒരു ആപ്പിൾ അച്ചാറും ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ആപ്പിളിൽ നിന്ന് കുറച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ആപ്പിൾ കുറച്ചെടുക്കാൻ പോകട്ടോ ഞാനേ. അപ്പോൾ നമ്മുടെ ആപ്പിൾ അച്ചാറിടാനായിട്ട് എണ്ണ തിളച്ചുകൊണ്ടിരിപ്പുണ്ട്. ആ എണ്ണയിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുക, 1 സ്പൂൺ കടുക് ഇടുക. അതിലേക്ക് നമ്മളൊരു 1/2 സ്പൂൺ ഉലുവ ഇടുക. ഉലുവയും കടുകും പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇത് ഈ പാകത്തിൽ മൂത്ത് വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗണിഷ് കളർ. ആ സമയമാകുമ്പോഴത്തേക്കും നമ്മളിത് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കണം. അതല്ല തന്നെ ബാക്കി ഇടുന്ന മസാലകളെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഓഫാക്കി വെച്ചതിനകത്ത് നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചത്, പിന്നെ നമ്മൾ കുറച്ച് കായംപൊടി ചേർക്കണം. അത്യാവശ്യത്തിന് കായംപൊടി ചേർക്കുക. കായംപൊടിയാണ് ഇതിൻ്റെ ടേസ്റ്റായിട്ട് വരും. അതിനുശേഷം അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി ചേർക്കുക. ഇനി കാശ്മീരി ചില്ലിക്ക് പകരം നമുക്ക് ഈ പിക്കിളിൻ്റെ മസാല ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ കിടന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക. നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം. ഞാനൊരു 6 ആപ്പിളാണ് എടുത്തേക്കണേ. പിന്നെ നമ്മൾ വിനാഗിരി പുളിക്കനുസരിച്ച്. ഇതെല്ലാം നമ്മളിപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണെന്ന് വിചാരിക്കണം. നമ്മൾ ഓഫ് ചെയ്തുകൊണ്ടാണ് ഇത് ഇവിടെ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ വിനാഗിരി ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ നല്ലതായിട്ട് ആറണം. അത് നല്ല പ്രത്യേകം ഞാൻ പറയുകയാണെങ്കിൽ നല്ലതായിട്ട് തണുക്കണം. കാരണം എന്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂസ് പോകും. അപ്പോൾ ഈ മസാല നല്ലതായിട്ട് തണുത്ത് കണ്ടോ. നമ്മുടെ നല്ലതായിട്ട് തണുത്തു. അതിലേക്ക് ഇതിങ്ങനെ മാങ്ങ അരിയണ പോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം ആപ്പിൾ. അതിലേക്കിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചേക്കുക. നമ്മളിത് ആപ്പിൾ അച്ചാറിൻ്റെ കൂടെ ഇച്ചിരി ആപ്പിൾ ചമ്മന്തിയും കൂടെ അരയ്ക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്പിൾ കഷ്ണമാക്കിയത് പച്ചമുളക് അതും പഴുത്തു പോയതുകൊണ്ടാണ് ചുമന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ശകലം പുളി വേണം, വളം പുളി. പിന്നെ നമ്മുടെ ഇഞ്ചി, ഉള്ളി, പിന്നെ തേങ്ങ, ഉപ്പ് ഇത്രയായിട്ട് നമ്മൾ അരച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ആപ്പിൾ അച്ചാർ ഇവിടെ റെഡിയാണ്. നമ്മുടെ ആപ്പിൾ അച്ചാറും പിന്നെ ഇത് നമ്മുടെ ആപ്പിളിൻ്റെ ചമ്മന്തി ഇവിടെ റെഡിയാണ്. ആപ്പിളിൻ്റെ ചമ്മന്തി ആ കൂടെ നമ്മൾ ഇച്ചിരി മത്തി വരച്ച് കൂടെ എടുത്തിട്ടുണ്ട്. ഇതിവിടെ കൂട്ടി നമ്മൾ നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മാങ്ങയുടെ അതേ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ആപ്പിളിൻ്റെ ഇഷ്ടംപോലെ ആപ്പിളിൻ്റെ സമയമാണ്, ഇപ്പോൾ സീസണാണ്. വെറുതെ കിട്ടും. പല വീടുകളിലാണെങ്കിൽ ഇഷ്ടംപോലെ ആപ്പിളുകളുണ്ട്, വെറുതെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ പഴയ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഇത് റീൽസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ ശരി, ബായ്.